ഏവർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂയം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂയം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കുടുംബ സ്വത്തുക്കൾക്കൊക്കെ വേണ്ടി കോടതി വ്യവഹാരങ്ങളൊക്കെ തുടങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങൾ പാർട്ടീഷനൊക്കെ ചോദിച്ചിട്ട് ഷെയറൊക്കെ ചോദിച്ചിട്ട് അത് നൽകാതെ കുടുംബ അംഗങ്ങളിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നൊരു സമയമാണ്. പൊതുവെ ബന്ധുജനങ്ങളുടെ നില അത്ര ഗുണകരമല്ല. ഒരുപാട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിതാവിന് ചെറിയ രോഗങ്ങളൊക്കെ പിടിവിടുന്നത് നിങ്ങളുടെ മനസ്സിന് ദുഃഖത്തിനിട വരുത്തുന്നതാണ്. ഈ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതിലൊക്കെ അച്ഛനും അമ്മയായിട്ടൊക്കെ ചെറിയ കലഹമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അച്ഛന് ചില അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. മാതാവിൻ്റെ നില അത്ര ഗുണകരമല്ല. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സമാധാനമില്ലാതാക്കുന്നതാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങൾക്ക് ഈ 2 മാസങ്ങളിൽ കാണുന്നുണ്ട്. ആഗമനം ഉള്ള സമയമാണ്, ഭാഗ്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് കൈവശമുള്ള പണം കൈവിട്ട് പോകാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. ചിലരൊക്കെ നിങ്ങളെ ചതിയിൽപ്പെട്ട് പറ്റിക്കുക, ധനപരമായിട്ട് നിങ്ങളെ പറ്റിക്കുക എന്നൊക്കെ പറയത്തില്ലേ, കബളിപ്പിക്കുക ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ മുൻകോപം ശ്രദ്ധിച്ചില്ല എങ്കിൽ പല വിപത്തുകളും ഉണ്ടാക്കുന്നതാണ്. തുറന്നടിച്ചുള്ള വർത്തമാനമൊക്കെ ചില ആൾക്കാരോടൊക്കെയുള്ള സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ്. എല്ലാവരോടും ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ ശീലിക്കുക. നിങ്ങളൊരിക്കലും ഇടനിലക്കാരെ വിശ്വസിക്കരുത്. ഇടനിലക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. ധാരാളം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷനായിട്ടൊക്കെ അവർ മേടിക്കുന്നതാണ്. കഴിയാവുന്ന കൊടുക്കൽ വാങ്ങൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ നേരിട്ട് കമ്പനിയുമായിട്ടൊക്കെ നേരിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏജൻറ്റുകളെയൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് നന്നായിട്ട് പ്രയാസപ്പെടേണ്ടതായിട്ടൊക്കെ വരും. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഉടനെ തടാന്നൊക്കെ പറഞ്ഞ് മേടിച്ച പണമൊക്കെ ആയിരിക്കാം, പക്ഷെ അവർ കൃത്യസമയത്തൊന്നും തരത്തില്ല. കുറച്ചധികം നിങ്ങളത് തിരികെ വാങ്ങുന്നതിന് ബുദ്ധിമുട്ടേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സമയമാണ്. ആരോഗ്യനില മെച്ചപ്പെട്ട് കുഴപ്പമില്ലാതൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അന്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് സ്വവർഗ സ്നേഹമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. മനുഷ്യനോട് കരുണ ദയ ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്ന സമയമാണ്. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. ചില ആൾക്കാർക്കൊക്കെ വേണ്ടി പൊതുകാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നതാണ്. ഈ പൂയം നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. ഭക്തിയൊക്കെ മനസ്സിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ്. ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. ചിലർക്കൊക്കെ ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. പുതുതായിട്ട് വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഭൂമി വാങ്ങുന്നതാണ്. അല്ലാതെ ഒരു ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി പണം കൊടുത്ത് ഭൂമി വാങ്ങി നല്ലൊരു വില പിന്നീട് കിട്ടുമ്പോൾ അത് മറിച്ച് വയ്ക്കാമെന്നുള്ള ഇതിൽ ഭൂമി വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ മനസ്സ് ഭയങ്കര കലുഷിതമായിരിക്കുന്നതാണ്. നിങ്ങൾ സന്താനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ സന്താനങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോലിയിൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ അനുഭവ യോഗ്യമാവുന്നതാണ്. ചിലർക്കാണ് ഞാൻ പറഞ്ഞത്, അത് രാശി ചിന്തനം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ചിലർ കേസൊക്കെ ആയിട്ട് പോകും. എന്നാൽ ചിലർക്ക് ബഹളമൊക്കെ നടക്കുമെങ്കിൽ അവർ കൊടുക്കുന്നതാണ്. നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നേക്കാവുന്ന സമയമാണ്. അത് സുഹൃത്ത് ബന്ധം ഗുണകരമായിട്ട് കാണുന്നില്ല. നിങ്ങൾ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ടതായിട്ടൊക്കെ വരും.
നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളൊക്കെ ഒരു വിധത്തിലല്ല എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങളെ ചതിയിൽപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിനുള്ള ഇടയും കാണുന്നുണ്ട്. മാസാവസാനമൊക്കെ ആകുമ്പോൾ, ഓഗസ്റ്റ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ധാരാളം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും ചെയ്യരുത് ഈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ. അത് വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി തീരും. കുടുംബത്തിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട്, മനസമാധാനം പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ട് തീരും. അതുകൊണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീജനങ്ങളുമായിട്ടുള്ള ആവശ്യമില്ലാത്ത സംസാരവും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ജീവിത പങ്കാളി എന്ത് ചോദിച്ചാലും സത്യസന്ധമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ നിങ്ങൾ റെഡിയായിരിക്കുക. വളച്ചൊടിച്ച് കാര്യം പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പമാക്കരുത്. വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് ഉത്തമമായ സമയമാണ്. വിദേശ ജോലി ലഭിക്കാനുള്ള സർവ്വസാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഈ സമയം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ മാസാവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടജോലി ഇഷ്ടരാജ്യത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുള്ള ഭാഗ്യം ഭഗവാൻ നൽകുന്നതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണഭാവം കൂടിയിരിക്കുന്ന സമയമാണ്. ധനാഗമനമുണ്ട്, വിദേശ ജോലിയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് കരുതാം. എന്നാൽ മനസ്സമാധാനത്തിൽ കുറച്ച് പോരായ്മകൾ വരുന്നതുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. കുചേലൻ ഭഗവാനെ അങ്ങോട്ട് പോയി കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തത്. അങ്ങോട്ട് പോകുന്നത് വരെ ഭഗവാൻ അതിലിടപെട്ടിട്ടില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. ബുധനാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോകുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, നെയ്വിളക്കൊക്കെ സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക. ഈ ബുധനാഴ്ച പോകാൻ പറ്റാത്തവർ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാലും മതി. പിന്നെ നിങ്ങൾക്ക് ഈ ശത്രുദോഷമൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിൽ കലഹം ഉള്ളവരൊക്കെ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളിക്ക് ഗുരുതി കഴിക്കുന്നത് നല്ലതാണ്. ഗുരുതി ജലം സ്വഭവനത്തെ കൊണ്ടൊന്ന് തളിച്ച് ശുദ്ധമാക്കേണ്ടതും സേവിക്കേണ്ടതും ആവുന്നു. ചെയ്യുക. അതൊരു 12 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. മനസ്സ് കലുഷിതമായിരിക്കുന്നവരെ നിങ്ങൾ ശിവ ക്ഷേത്ര ദർശനം ശനിയാഴ്ച നടക്കുക. അഘോരമന്ത്രാർച്ചന ഒരു 12 നടത്തുന്നത് ഗുണകരമായിരിക്കും. ഒപ്പം ധാര, ശിവന് ജലധാര നടത്തുക, അത് സേവിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട്, ഇതൊന്നും സാധിക്കാത്തവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പായസം ദേവിക്ക്, വെളുത്ത പുഷ്പങ്ങളും സമർപ്പിക്കുന്നതും ഗുണകരമാണ്. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.